ശ്രീ രാഹുൽ മുരളി കൂടിയുണ്ട്. അദ്ദേഹം ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. രാഹുൽ, ഉണ്ണി മുകുന്ദൻ എന്ന നടൻ, ആ നടന്റെ ഒരുപാട് തലങ്ങളിലുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ്, 100 കോടിയെ കടന്ന പടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ പുതിയൊരു പരീക്ഷണം അദ്ദേഹം സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നു എന്ന ഫീൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് വലിയൊരു ആരാധകനായ രാഹുൽ അതിനെ അംഗീകരിക്കുന്നത്? ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു മാറ്റം, ഇപ്പോൾ നമുക്കറിയാം മാളികപ്പുറത്ത് നിന്നൊക്കെ മറ്റൊരു തലത്തിലേക്ക് ഒരു ആക്ഷൻ ഹീറോ ആയി ഉണ്ണി മുകുന്ദൻ പൂർണ്ണമായുള്ള ആക്ഷൻ ഹീറോ ആയി മാറുമ്പോഴുള്ള മാറ്റം, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഉണ്ണിയുടെ ഫസ്റ്റ് വന്ന കാലഘട്ടം തൊട്ട് അവരുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഫാൻസിൽ വന്നത്. അന്നുകൊണ്ടുള്ള വളർച്ചയും പരാജയങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോ മാർക്കോടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇത്രയും മാളികപ്പുറത്തിന് ശേഷം നമുക്ക് അത്രയും വലിയൊരു ഹിറ്റും കാര്യങ്ങളും കിട്ടുന്നത് കുറെ നാൾക്ക് ശേഷമാണ്. ഇപ്പോ 2022 ക്രിസ്മസ് നമ്മൾ എടുത്തു, 2024 ക്രിസ്മസ് നമ്മൾ എടുത്തു, നെക്സ്റ്റ് ക്രിസ്മസും നമ്മൾ തന്നെ എടുക്കും. ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഉണ്ണിയുടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള ഒരു വളർച്ച ഇപ്പോ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ മാർക്കോടെ അതർ ലാംഗ്വേജസ് 25-ആം തീയതി കൂടി റിലീസാവും. ഇപ്പൊ മലയാളവും അതേപോലെ തന്നെ ഹിന്ദിയാണ് ഇപ്പൊ ഓൾറെഡി റിലീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് വേൾഡ് വൈഡ് നല്ല റെസ്പോൺസ് ആണ്. പല തിയേറ്റേഴ്സിലും അഡീഷണൽ ഷോസ്, ടിക്കറ്റ് കിട്ടാത്ത ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ടിക്കറ്റ്സ് ഒക്കെ എങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ചോദിച്ചിട്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം മുമ്പ് ഒരുപാട് നമ്മളെ കളിയാക്കിയവര് പോലും ഇന്ന് കൈയടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായില്ല, എങ്ങനെയാണ് അതിനെ? കാരണം ഇപ്പോൾ ഉണ്ണി തന്നെ ഇന്നിപ്പോൾ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. താൻ ഇത്തരം കോക്കസുകളുടെ ഒന്നും ആളല്ല എന്നും തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്നും സിനിമ മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് എന്നും, പക്ഷേ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ട ആളാണ് എന്നുമൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ താങ്കൾക്കും ഈ അനുഭവം പറയുമ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് ഈ സിനിമകളോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസമാണോ അതോ പേഴ്സണലായുള്ള അറ്റാക്കാണോ? നല്ല കണ്ടന്റ് കൊടുക്കുമ്പോൾ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ് എന്നിപ്പോൾ വ്യക്തമായിക്കോളൂ. സ്വാഭാവികം എന്താണ് വേണ്ടത് എന്നുള്ളത് അതിലേക്ക് കൃത്യമായി തന്നെ പ്രേക്ഷകരെ എത്തിക്കുക, അത്തരം തീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്തരം കണ്ടന്റുകൾ കൊടുക്കുക എന്നതിൽ വിജയിച്ചു. അതിനു മുമ്പ് സംഭവിച്ചില്ല എന്നുള്ളതാണോ? അല്ലല്ല, അങ്ങനെയല്ല. കാരണം ഇപ്പോ പ്രേക്ഷകർക്ക് ഇപ്പോ ഓരോ കാലഘട്ടങ്ങളും ഓരോ ചേഞ്ച് ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ മാളികപ്പുറം വന്നപ്പോഴായാലും അതിന്റെ ഒരു തീം എടുത്തിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആളാ രീതിയിലേക്ക് തന്നെ വിട്ടു. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഒരു വെച്ചിട്ട് മാർക്കോ എന്നുള്ള പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ താല്പര്യം. മുമ്പത്തെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ സംസാരിക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരാജയങ്ങളും കാര്യങ്ങളും മുന്നോട്ട് നേരിട്ടിട്ടുണ്ട്. അതിന്റെ ആള് ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓരോ ടൈമിലും ഓരോ മാറ്റങ്ങളാണല്ലോ. തീർച്ചയായും. അശ്വന്ത്